പ്രിയപ്പെട്ട ജോളിയച്ച, ഇത് നിനക്കുള്ളൊരു ഓർമ്മക്കുറിപ്പാണ്. ജീവൻ തുടിക്കുന്ന ഓർമ്മകളുമായി മെല്ലെ മെല്ലെ മരണത്തിൻ്റെ മടിത്തട്ടിലേക്ക് നീ കടന്നു പോയപ്പോൾ നീ ഞങ്ങൾക്ക് നൽകിയത് വലിയൊരു ഉൾവിളിയാണ്. നിന്റെ ഓരോ ചലനങ്ങളും ജോളിയച്ച ഞങ്ങൾക്ക് എന്നും പ്രചോദനമായിരുന്നു. നീ ഞങ്ങൾക്കൊരു വികാരമായിരുന്നു. നീ പലപ്പോഴും ഞങ്ങൾക്കൊരു മാതൃകയായിരുന്നു. പലപ്പോഴും ഒത്തിരിയേറെ കളിയാക്കലുകൾക്കിടയിൽ പോലും നീ എന്നും ഞങ്ങൾക്ക് മുൻപിൽ പുതിയ വഴിത്താരകൾ വെട്ടി മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ന് മരണത്തിനപ്പുറത്തേക്ക് നീ കടന്നു പോകുമ്പോൾ, നിത്യതീരത്ത് ഞങ്ങൾക്ക് വേണ്ടി നീ കാത്തിരിക്കുമ്പോൾ, ജോളിയച്ച, ഞങ്ങളും ഒരിക്കൽ നിന്നോടൊപ്പം എത്തിച്ചേരും. അതുവരെ നീ കാട്ടിത്തന്ന നല്ല മാതൃകകൾ, നല്ല ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളും നിനക്കായി നിന്റെ പാതയിലൂടെ ചരിക്കുവാൻ എന്നും ശ്രമിക്കും. ഇത് ഒരു വാഗ്ദാനമാണ്, ഒരു പ്രാർത്ഥനയാണ്, ഒരു അഭിലാഷമാണ്. ജോളിയച്ച, ദൈവസ്നേഹത്തെ പരസ്നേഹത്തിലേക്ക് പറിച്ചു നട്ട നിന്റെ ഓരോ ചിന്തകളും ഓരോ ജീവിത സാഹചര്യങ്ങളും, അതിന് നീ പകർന്നു നൽകിയ പ്രാർത്ഥനാ ചൈതന്യവും എന്നും ഞങ്ങളുടെ മനസ്സിൽ ഒരു തീയായി, അഗ്നിയായി തീർച്ചയായും നിറഞ്ഞു നിൽക്കും. ഒരിക്കൽ ദൈവരാജ്യത്തിൽ നാം കണ്ടുമുട്ടുന്നതുവരെ തീക്ഷ്ണതയേറിയ നിന്റെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും നീ തുടരുക. നിന്റെ പാതയിൽ ഞങ്ങളും വരുന്നു. നിനക്ക് സാക്ഷിയാകാൻ, നിനക്ക് സ്നേഹിതനാകാൻ, നിന്റെ തീരാത്ത സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ തീർച്ചയായും ജോളിയച്ച ഞങ്ങളും ഉണ്ടായിരിക്കും. ഒത്തിരി സ്നേഹത്തോടെ നിന്നെ ഓർക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നീ നല്ല പ്രവൃത്തികളെ ഇന്നും സ്മരിക്കുന്നു. ദൈവം നിനക്ക് സ്വർഗരാജ്യം പകർന്നു നൽകട്ടെ. ഞങ്ങൾക്കൊപ്പം വീണ്ടും ഉണ്ടായിരിക്കുക. ആത്മാവിലും സത്യത്തിലും ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുക. വിട പറയുന്നു ജോളിയച്ച, പക്ഷേ വിട പറയുന്ന നിമിഷമല്ല, ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളും യാത്രയാകും ജോളിയച്ചനോടൊപ്പം. എന്നും ദൈവസ്നേഹത്തിന്റെ പാതയിൽ, പരസ്നേഹത്തിന്റെ പാതയിൽ ഒത്തിരി സ്നേഹത്തോടെ യാത്രയേകുന്നു, വിട പറയുന്നു.